അത് മുന്തിരിയൊക്കെ രാവിലെ ഞങ്ങള് കണ്ടായിരുന്നു, തോട്ടത്തിൽ പോയതാ. ചേട്ടാ അത് മഞ്ഞ കളറല്ല ആ മുന്തിരി. ആ മുന്തിരി അത് തന്നെയാന്നേ, ആ പച്ചമുന്തിരി ആണ്. ആ പച്ചയാന്നേ, ആ ചെറിയ മുന്തിരി നമ്മൾ രാവിലെ കണ്ടത് തന്നെയാ സംഭവം. ആ കണ്ണാടി അല്ലേ? ആ ഇല പച്ചയാ, അതൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഇല പച്ച, ആ മുന്തിരി മഞ്ഞ കളറിലെടുക്കും. പച്ച ലൈറ്റ് പച്ച കളറാ. നിങ്ങൾ എന്നാ പറയാ മഞ്ഞയില്ലെന്നാ? മഞ്ഞയെന്ന് ഞാൻ ഉദ്ദേശിച്ചതുണ്ടോ? ഇതുണ്ടോ? ഇത് പച്ച, ഇതുണ്ട്, ഇത് ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ്, അങ്ങനെ ഉദ്ദേശിച്ചത്. നല്ല മഞ്ഞ കളർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എത്ര കളർ ഉണ്ടെന്ന് നോക്ക്. കണ്ടിട്ടുണ്ട്. ആ ഉണ്ട്. എങ്ങനെ വീണാലേ 4 കാലല്ല, അത് ഉരുണ്ട് പെരണ്ട് എങ്ങനെയും 4 കാലം നിൽക്കും. ഞാനോ? അല്ലേ, ആ മുന്തിരിക്ക് കേട്ടോ, ആ മുന്തിരിക്ക് ചെറിയ പച്ച ഷെയ്ഡ്, ചെറിയ ലൈറ്റ് മഞ്ഞ ഷെയ്ഡാ അത്. അതിന് പച്ചമുന്തിരി ഞങ്ങൾ പറയുള്ളൂ. അല്ല, ഞാനേ മഞ്ഞ മുന്തിരി എന്നും പറയും. ഇത് തോമരക്കായ ഇത് കേട്ടോ. ഞാൻ ഓർത്തേ വഴിയിലൊക്കെ കടല കിടക്കുന്നതല്ലേ, അപ്പൊ ആ കടലയാന്ന് ഓർത്തെ. കടലയല്ല, തോമരയാ. അതാ അവിടെ കൊയ്യുന്നു, അത് തന്നെയാ കേട്ടോ. പോയി നോക്കണ്ടേ? കൊയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയാലോ. ഓ അത് മറ്റേ പല്ലേ ഉള്ളൂ, ഒരു പോട്ടെ. വാ പോയേക്കാം, വെയിലാ ഭയങ്കര. ഈ കളർ കണ്ടോണ്ടേ എന്താന്ന് പറയാൻ പറ്റിയല്ല, കടലയാന്ന് ഓർത്ത് ഇറങ്ങി ചെന്ന. ഡാൽ എന്ന് പറഞ്ഞാൽ ഡാലിന്റെ ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ, എല്ലാം ഡാലെന്നാ പറയുന്നത്. അതാ അതെ, ഓരോ സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിപ്പോ കൊയ്യുന്ന അതേ തന്നെ അതിന്റെ ആ തോടും കൂടെ കളഞ്ഞ ട്രാക്ടറേക്ക് ലോഡ് ചെയ്യുന്നത്. നമ്മള് നെല്ല് കൊയ്യുന്നിടത്ത് ചിലത് കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. അതൊക്കെ എന്നാണ്, എന്തൊക്കെയോ കൃഷികളാ. ഈ ഇറങ്ങി നമ്മൾ പോകുമ്പോഴത്തേനും ഒത്തിരി സമയം പോകും. അതെ, ഉള്ള വെയിൽ മുഴുവൻ കൊള്ളുകയും ചെയ്യണം. അതെ, അത് കണ്ടിട്ട് ബന്ധിത്തോട്ടമാണെന്ന് തോന്നുന്നു. ഇത് ബന്ധിത്തോട്ടോ, അത് തന്നെയാ, വേറെ ഒന്നുമല്ല. അതാ ഈ പ്രാവശ്യം കാശ്മീരിൽ ആപ്പിൾ ഒന്നും ഇല്ലായിരുന്നു. ആപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രളയമൊക്കെ ഉണ്ടായി, ഫ്ലഡിലൊക്കെ ഒരുപാട് കൃഷികളൊക്കെ നശിച്ചു. പക്ഷേ ഉണ്ടായിരുന്നു, കുറവായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടായി, നമ്മൾ ഈ കേരളത്തിലേക്കൊന്നും ലോഡ് വളരെ കുറവായിരുന്നു. മഴയില്ലായിരുന്നു ഇവിടെ എല്ലാം. പിന്നാലെ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന, വെയിൽ തെളിഞ്ഞാലേ ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ. വിലയോ? അത് കുറവായിരുന്നു, അതുകൊണ്ടാ. എന്താന്ന് പറഞ്ഞാലേ കാശ്മീർ നമ്മൾ എത്ര പ്രാവശ്യം പോയാലും ഒരു മതിയാകാത്ത ഒരു സ്ഥലമാണ്. അതെ, മടുപ്പില്ല. അത് ശരിയാ. കണ്ടാലും ആ സ്ഥലത്തിന്റെ ഭംഗി തീരുന്നില്ലെന്നുണ്ടോ? അതുമല്ല, ഓരോ സമയത്തും ഓരോ ഭംഗിയാ. ഇപ്രാവശ്യം ആപ്പിള് പറിക്കാൻ തുറന്നിരിക്കുവായിരുന്നു മരത്തേന്ന്. ആപ്പിൾ സീസണിൽ വന്നില്ലായിരുന്നല്ലോ അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് മരം ഉണങ്ങി നിൽക്കുമല്ലോ. പിന്നെ ആപ്പിൾ സീസണിൽ പോയപ്പോ പിന്നെ ജോബിയാ ഉണ്ടായിരുന്ന കൂടെ. പിന്നെ നമ്മള് അവിടെ പോയപ്പോ ഷിംല പോയപ്പോ അതുണ്ടായിരുന്നു. പക്ഷെ അതല്ലല്ലോ കാശ്മീരെ. ഈ വഴിയില് കടകളും കുറവാ, പമ്പുകൾ കുറവാ, വണ്ടിത്തിരക്കും കുറവാ. ഇതൊരു ബസ് കത്തി കിടക്കുന്നു. ഓ ഇതുണ്ടോ, ഇത് മൊത്തം കത്തിപ്പോയി കേട്ടോ, കംപ്ലീറ്റ് കത്തിയതാണ്. നൈറ്റ് സർവീസ് വണ്ടിയാ, K51. അയ്യോ, ആ ബസ്സിലെ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നോ ആർക്കറിയാം അല്ലേ? അതെ. ഓ യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നാലും പെട്ടെന്ന് ഇറങ്ങി കാണും. പിന്നെ കുറച്ചൊക്കെ പൊള്ളലൊക്കെ പറ്റാനുള്ള ഒരു സാധ്യത. എല്ലാരും കിടന്ന് ഉറക്കോ? അതാണ് ഒരു പ്രശ്നം. ഇതെല്ലാം തൊമര കൃഷിയാ. ഇതൊക്കെ ഇനി ഉടനെ കൊയ്യുമായിരിക്കും കേട്ടോ, വിളവെടുക്കാറായി നിൽക്കുക. നമ്മുടെ ഇവിടെ ഈ സാധനം ഭയങ്കര മരമായിട്ട് വളരുന്നല്ലായിരുന്നു. അതെ, നല്ല പൊക്കത്തില് വളരുന്ന കപ്പയൊക്കെ നിൽക്കുന്ന ആ ലെവലിന്. നമ്മുടെ അവിടെ ഇതിപ്പോ ഇനി ഇത് കട്ട് ചെയ്തല്ലേ ഇത് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു വർഷം ഒഴിച്ചുള്ളൂ, അതുകൊണ്ടായിരിക്കും ഇത് പൊക്കം വയ്ക്കാത്തത്. ഇപ്പൊ തേയില എങ്ങനെ, തേയില മരമാകുന്ന സാധനമല്ലേ? അല്ല, നമ്മുടെ അവിടെ ഒരു വർഷം കഴിയുമ്പോൾ അത് പോവും മിക്കവാറും. അങ്ങനെയാ നമ്മുടെ അവിടെ. പിന്നെ ഇങ്ങനെ വലിയ രീതിയിലുള്ള കൃഷി ഇല്ലല്ലോ. ഈ കപ്പയ്ക്കകത്തൂടെയൊക്കെ ഇടയ്ക്കൂടെ വെക്കുന്നത്. ഞാൻ അവിടെ വീട്ടിലൊക്കെ അങ്ങനെ ഓർക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഓരോ സ്ഥലത്തുണ്ടോന്ന് അറിയത്തില്ല. കപ്പ നട്ട് കഴിയുമ്പോഴേ അതിൻ്റെ ഇടയ്ക്കൂടെ തൊമര നടും, പിന്നെ പയറിടും, അങ്ങനെ കുറേ കൃഷികൾ അങ്ങനെ ചെയ്യും ഇടയ്ക്കൂടെ. അവിടെ ഒന്നും ഇല്ലേ? ഓ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വീട്ടിലും ഇതൊന്നുമില്ല. ഒരു പാവല് പോലും ഇടുന്ന ഒരാൾക്കാരും. ഇപ്പോഴേ നമ്മള് കർണാടക തീരുന്നതിന് മുമ്പേ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. അങ്ങോട്ട് ഇരുന്നെല്ലാം എല്ലായിടത്തും വിലയാ, ഡീസൽ വില കൂടുതലാ. അതെ, ഡീസൽ ഡാലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചേക്കാം. ഇവിടെ എല്ലാം വില കുറവാണ്. അതെ, ഇനി അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ വില കൂടുതലായിരിക്കും. അതെ, 87-73 ഇവിടുത്തെ റേറ്റ്. ഡീസലൊക്കെ ഫുള്ള് ചെയ്തു. ഇനി കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കർണാടക തീരും, മഹാരാഷ്ട്രയിലേക്ക് കയറും. അതെ, വിശക്കുന്നില്ലേ? പിന്നെ വിശപ്പിന്റെ വിളി വരാൻ ഇപ്പോഴാ സമയം നോക്കി 2:30. അപ്പോൾ എവിടെയെങ്കിലും നിർത്തിക്കോ. ഇനിയിപ്പോൾ തണൽ കണ്ടിട്ടൊന്ന് നിർത്തി കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
മൊത്തം താളം തെറ്റി. ആ മേഡം എന്നെ ആവശ്യത്തോടെ ആയിരുന്നു കണക്ക് എഴുതുന്നതെന്ന്. അതെ കണക്ക് മാത്രം മിച്ചമുള്ള എന്നിട്ട് കുറച്ച് പേപ്പറും. അല്ലേ ബാറ്റ കുറച്ച് തന്നെ ചെയ്യും. അങ്ങനെ കൊച്ചു മുതലാളി ബാറ്റ കുറയ്ക്കും. ചെറിയ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. ദേ അവിടെ അവിടെ ഒരു തണല് അവിടെ ഒരു തണല് കാണുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് അവിടെ നിർത്തിയേക്കാം. കുറച്ചടേ ഉള്ളൂ നമുക്ക് ഇരിക്കാനുള്ള ഇടം. പറ്റിയതാ ആ അവിടെ ഗ്രീസുകാരൻ ഈസുകാരൻ്റെ. മരത്തിന്റെ ചോട്ട് ഗ്രീസുകാരൻ ഇരിക്കുക. ഇതെല്ലാം ഓരോ പ്രസ്ഥാനക്കാരുടെയാ. ആ ദേ ബലഗാവി 215, ഹുബ്ബളി 184, അത്താണി 80, RNS ട്രക്കിങ്, ബീജാപ്പൂര ഭാരത് ബെൻസ് ഷോറൂമാ. എന്താണേലും ഇവിടെ ചെറിയൊരു തണൽ കാണുന്നുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇനി അങ്ങോട്ട് കണക്കായിരിക്കും. തണലാണ്, വലിയ ചൂടില്ല, ചെറിയ തണുത്ത കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാബാ വേന്നു ചോറും ചായബ്രോയുടെ പരിപ്പ് കറിയും അച്ചാറും ചമ്മന്തിപ്പൊടി. കഞ്ഞിയാണേലും മതിയായിരുന്നു. കഞ്ഞിയാണേലും മതിയായിരുന്നു, അത് വാർക്കണ്ടായിരുന്നു. ആ വൈകിട്ട് കഞ്ഞിയാക്കി തരണം. ഇതാകുമ്പോഴേ എനിക്കല്ലേ തേങ്ങ വേണ്ടേ, ഇതിന് തേങ്ങ ഒന്നും വേണ്ടല്ലോ, എളുപ്പമുണ്ടല്ലോ. അല്ല കൊള്ളുകയാലെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, തന്നെ വെക്കേണ്ടി വരും. നല്ലതെന്ന് പറഞ്ഞാൽ ഇനിയും വെക്കും, ചായ ഉണ്ടായിക്കോളും, അത്രേ ഉള്ളൂ. അല്ല ഇത് കുഴപ്പമില്ല, സൂപ്പർ. എന്ത് പെട്ടെന്നേ സമയവും ലാഭിച്ചു, വയറും നിറഞ്ഞു. രാവിലെ ഒരു 1.5 മണിക്കൂർ പോയാലേ ഇപ്പൊ സമയം പോയില്ല അന്നേരം. അതെ, അതാണ് വയറിനും നല്ലത്, പൈസയും ലാഭം. നല്ല ഫുഡ് 5 വയസ്സായില്ലല്ലോ. ഇല്ല. നമ്മളെ ഹുബ്ലിയിൽ നിന്ന് വരുന്ന വഴിയാ ആ വണ്ടി വന്ന് ഇവിടെ കയറുന്നത് കണ്ടോ. ആ വഴിക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയിലാണ് നമ്മളിപ്പം വരുന്നത്. ഇതുണ്ട്, ആ വഴിക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് ഹുബ്ലിയിൽ നിന്ന്. മനസ്സിലായോ ഇപ്പം വഴി? മനസ്സിലായി. ആ അപ്പം നമ്മൾ ബീജാപ്പൂരെത്തി. ഇനി അടുത്ത ഷോളാപ്പൂർ. അപ്പം കുറച്ച് ദൂരം കൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കർണാടക തീരും, മഹാരാഷ്ട്ര കയറും. അവിടെ കഴിക്കാൻ നിർത്തിയാക്കിയാലും നന്നായിരുന്നു. ഇങ്ങോട്ടല്ലേ? അതെ, ഒരു മരം പോലും ഇല്ല, ഒരു തണലും കാണുകയായിരുന്നു. അത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെയിൽ അടിക്കുന്നത്, അതാ ഏറ്റവും ബുദ്ധിമുട്ട്. കോ ഡ്രൈവർക്ക് റെസ്റ്റ് കൊടുത്തോ? റെസ്റ്റ് കൊടുത്തു. ഇന്ന് പരിപ്പ് കറിയൊക്കെ വെച്ചല്ലേ, അതുകൊണ്ട്. എല്ലാ ദിവസവും ഇനി എന്റെ പരീക്ഷണങ്ങൾ ഉണ്ടായാലോ? എല്ലാ ദിവസവും പരീക്ഷിച്ച കുഴപ്പമില്ല, എനിക്ക് പരീക്ഷിക്കണ്ടല്ലോ. പരീക്ഷണം സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? സക്സസ് ആയില്ലെങ്കിൽ അന്നേരം ഞങ്ങൾ ഔട്ടാകും. അതാണ് പ്രശ്നം. ISRO പോലും 1000 തവണ പരീക്ഷിച്ചിട്ടാ ഒരു വിജയം കിട്ടുന്നത്. നമുക്ക് അത്ര അവസരമില്ലല്ലോ. അല്ല, 1-2 അവസരമൊക്കെ കൂടി ഞങ്ങൾ തരാം. നോക്കാം. വൈകിട്ട് കോയുടെ വക എന്നാ? വൈകിട്ടെന്നാ വെക്കുന്ന? ചപ്പാത്തിയോ? ചപ്പാത്തി ഉണ്ടാക്കിയോ? ചപ്പാത്തി വേണം ഉണ്ടാക്കാം. ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി. അല്ല, ചപ്പാത്തിക്ക് മറ്റേ പരത്തുന്ന 2 ഐറ്റം ഉണ്ടല്ലോ, ഒരു കമ്പും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. അത് നമുക്ക് വേണ്ടി ചപ്പാത്തി ചെയ്യാം. ചോറേ നമുക്ക് നാളെ പഴയകഞ്ഞി കഴിക്കാം അല്ലേ? നമുക്ക് വേണ്ട, നിങ്ങൾക്ക്. നാളെ രാവിലെ പഴയകഞ്ഞി അടിച്ചേക്കാം. എനിക്ക് പഴയകഞ്ഞി വേണ്ട. ഇവിടെ എന്തിനാ പമ്പ് ഉണ്ടാക്കി? അതും അറിയില്ല. അടിയിലേ റെയിൽവേ ലൈനാ, അപ്പൊ പതുക്കെ പോകാൻ വേണ്ടിട്ടായിരിക്കും. റെയിൽവേ ലൈനൊക്കെ പോകുമ്പോ നമ്മൾ മോളിൽ കൂടെ അല്ലേ പോകുന്നല്ലേ? അതെ, ഇതുണ്ടല്ലോ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇതെന്നാന്നറിയോ? എനിക്കൊന്നേ ഈ ക്രെയിൻ്റെ ഒക്കെ വെയിറ്റ് വരുന്ന സാധനമാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഇത് ട്രക്ക് പാർക്കിംഗ് കേട്ടോ. ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്, പക്ഷെ വണ്ടിക്കാരും കയറുന്നൊന്നുമില്ല. കുറച്ച് മരങ്ങളും കൂടെ വേണ്ടിയതാ. മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അതല്ലെന്നേ വേറെ ഒന്നും ഇല്ലല്ലോ അവിടെ, കടകളും അങ്ങനെയുള്ളതൊന്നുമില്ല. കുറച്ച് വണ്ടികളൊക്കെ ഇത് വെളിയിൽ നിർത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഡീസലിന് വിലക്കുറവായതുകൊണ്ടേ ബോർഡറിലുള്ള പമ്പുകളിലെല്ലാം നല്ല കച്ചവടം. കണ്ണ് കാണാമല്ലോ അല്ലേ? എൻ്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം. ഇതെല്ലാം പുള്ളിയുള്ള ആടാണല്ലോ, വെള്ള കളറും മെറൂൺ കളറും അല്ലേ? ഒരുപാട് ഇനങ്ങളുണ്ട്, ഓരോന്നും കാണുന്ന ഓരോ സൈസാണ്. രാവിലെ നല്ല കറുത്ത കളറുള്ള ആടിനെ കണ്ടു, പിന്നെ മെറൂൺ ഷെയ്ഡുള്ള ആടിനെ കണ്ടു. ഇപ്പോൾ അതെ വെള്ളയും മെറൂണും കൂടെ മിക്സ് ആയിട്ടുണ്ട്. എത്ര സൈസാ അല്ലേ? എല്ലാം ഓരോ ഇനമാണ്. നമ്മൾ ഈയിടെ വെസ്റ്റ് ബംഗാളും പിന്നെ ഒറീസയൊക്കെ പോയപ്പം നല്ല ഇതല്ലായിരുന്നു, പച്ചപ്പല്ലായിരുന്നു എല്ലായിടത്തും, മഴയൊക്കെ പെയ്ത്. മഴയല്ലായിരുന്നോ? പക്ഷെ അങ്ങോട്ടുള്ള അത്ര മഴ ഇങ്ങോട്ട് പെയ്തിട്ടില്ല. ഇവിടെ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കുക. ഇവിടുത്തെ മഴയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം മഞ്ഞുകാലമല്ലേ, ഇനി ഇറങ്ങി നോക്കാനുള്ള കൊടിയാണോ? കൊടിയൊന്നും ആയിരിക്കില്ല ഈ പ്രാവശ്യം. ഇവരെ അധികം കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. പമ്പിലെയൊക്കെ തിരക്കുണ്ടോ? അവിടുന്ന് ഡീസൽ അടിക്കാവുന്ന കർണാടക കയറുന്ന ഇവിടം വരെയുള്ള എത്താനുള്ള ഡീസൽ അടിച്ച് പോരും വണ്ടിക്കാർ. കർണാടക വിലക്കുറവായതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടാക്കും. ഇവിടെ എല്ലാം കണ്ടോ മൊത്തം ഉണങ്ങി കരിഞ്ഞ് കിടക്കുന്നത്. അതെ, മരങ്ങൾ വരെ ഉണങ്ങിയാ നിൽക്കുന്നത്.
ഒരു പുല്ല് പോലും ഇല്ലെന്നൊക്കെ. അഞ്ഞേം ഇതെല്ലാം കരിയുന്നേ. വെളിയിലെ നല്ല ചൂടാ. നല്ല ചൂടാ. കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് തുടങ്ങും. ആ, ബോർഡർ എടുക്കാറായോ? ഓർഡർ ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അത് മുഴുവൻ മുന്തിരിത്തോട്ടല്ലേ? മുന്തിരിയ ഓട്ടക്കാരൻ അവന്റെ ഓണ് കേട്ടോ. നിർത്താനാ അവിടെ നിർത്താൻ. ഞാൻ ഓർത്ത് ഇവരെന്നെ നമ്മള് പറയാം ഓണടിച്ച് വരുന്നെന്ന്. ഫോട്ടോ ഇറങ്ങിയല്ലേ. ഓക്കെ. ഇതുണ്ടോ ഒരു ഓട്ടോറിക്ഷയിൽ ഗ്രീസ് അടിക്കുന്ന ഗണ്ണും കംപ്രസറും എല്ലാം കൂടെ. ടയർ പണിയും ഗ്രീസ് പണിയും എല്ലാം അതേ നടക്കും. ഓട്ടോ കുറേ നേരമായിട്ടേ ആ എയറോൺ പോലുള്ള ഓണാ വെച്ചേക്കുന്നത്. ഭയങ്കര ലോറിയലിട്ടൊക്കെ ഇരിക്കുന്ന സൈസ്. ആ ഓട്ടോയിലെ പയ്യനെ ഫ്ലൈങ് കേസ് ഒക്കെ കൊടുക്കുന്ന കണ്ടില്ലായിരുന്നു നിർത്തുന്നു പറഞ്ഞിട്ട്. ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടായിരുന്നു, വീഡിയോക്ക് അത് കാണും. അതെ, ഇത് മുന്തിരിത്തോട്ടം കണ്ടോ? നല്ല അടിപൊളി മുന്തിരിത്തോട്ടം. അതെ, മഞ്ഞ ആയില്ല. അതല്ല ചേച്ചി, ഈ വരുന്നവരെ അല്ലാതെ ഞാൻ വേണം ഫോട്ടോ എടുത്തു കൊടുക്കാൻ. അപ്പൊ എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറയും. നിന്റെ പച്ചമുന്തിരി നിൽക്കുന്നു. ഇത് ഗ്യാസാ, CNG. ജൽക്കി 8 കിലോമീറ്റർ. ജൽക്കിയാ ബോർഡർ. ഒത്തിരി നാളായി ജൽക്കി ബോർഡറിലൊന്ന് പോയിട്ട്. അതെ, ഈ ട്രിപ്പ് എന്ത് കാറ്റാടി വണ്ടി കണ്ടു അല്ലേ? ഒത്തിരി കണ്ടു. ഇത് ഇവിടെ ഒത്തിരി എണ്ണം കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ ഇറക്കാനാണോ? മുമ്പത്തെ പോലെ നല്ല ഇതുണ്ടോ? ആ, ഇത് ഇവര് കയറുന്ന തന്നെ ഒരു ഡാവയാണ് കേട്ടോ. ഈ പ്രാവശ്യം കണ്ട പോലെ കാറ്റാടി ഇതുവരെ കണ്ടില്ലല്ലേ? അതെ, ഒറ്റ പ്രാവശ്യം കുറച്ചൊക്കെ വണ്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഒത്തിരി വണ്ടിയുണ്ട്. കുളിക്കണ്ടേന്ന്. ഇന്ന് വൈകിട്ട് കുളിച്ചില്ലേ? നാളെ പകല് പിന്നെ കുളിക്കാൻ നിർത്തുമ്പോൾ പിന്നെ സമയം പോകും. ഇന്ന് വൈകിട്ട് എവിടെയെങ്കിലും കുളിക്കണം. അവിടെ അപ്പോൾ ഒരു 49, പൂനെ 299. ബോർഡറിലേക്ക് ജൽക്കി ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ. ജൽക്കി ടൗണിലേക്ക് ലെഫ്റ്റിലേക്ക്. ഇത് ട്രക്ക് പാർക്കിംഗ് ആണോ? ആ, ഇതൊരു ട്രക്ക് പാർക്കിംഗ് കേട്ടോ. ഒരു വണ്ടി ഇല്ല അവിടെ, ബോർഡ് പോലും ഇല്ല. ഈ വണ്ടികൾ ഒരുപാട് വണ്ടികൾ കണ്ടു. കമ്പനി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഐഷറിന്റെ കമ്പനി മധ്യപ്രദേശിലാണല്ലോ. പിന്നെ ഇവിടെ തന്നെ വരുന്നത്. അതാ മനസ്സിലാവാത്തത്. 4 എണ്ണം ഉണ്ട്. ആ, 2 നില വണ്ടിയാ കേട്ടോ. 2 നില ബസ് എന്ന് പറഞ്ഞല്ലേ? എല്ലാം വലിയ പമ്പുകളാ, അടിപൊളി പമ്പുകളും. എന്നാ പാർക്കിങ്ങും സൗകര്യം നോക്കിയേ. അടിപൊളി പമ്പാ അല്ലേ? ഇവിടുന്ന് അങ്ങനെ ഡീസൽ അടിച്ചാൽ മതിയായിരുന്നു നമ്മള്. അതെ, അവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അടുത്ത വാഷ്റൂമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വാഷ്റൂം കുഴപ്പമില്ല, നല്ല വാഷ്റൂം ആയിരുന്നല്ലേ? ഇഷ്ടം പോലെ വണ്ടിയും കിടപ്പുണ്ട്. മാതളനാരകം അത് നിൽക്കുന്ന എല്ലാം തയ്യല്ലേ? പൂവുണ്ട്. ആ, പിന്നെ അതെ, ചെറുപ്പത്തിലേ കായ്ക്കുന്ന അങ്ങനത്തെയാ. അത് ശരി. നമ്മൾ ഇന്നാള് കണ്ടെല്ലാം വലിയ മരമായിരുന്നു. ഇന്ന് രാവിലെ മഞ്ഞായിരുന്നെങ്കിലേ പിന്നെ വെയിലൊക്കെ തെളിഞ്ഞപ്പം നല്ല അന്തരീക്ഷമായി. പുല്ലൊക്കെ കരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ അവിടുത്തെ പോലുള്ള കാലാവസ്ഥയാ ഒറീസയിലും ബംഗാളിലും ഒക്കെ. അതെ, പക്ഷെ ഇങ്ങോട്ട് അങ്ങനെ അല്ലല്ലോ. ഇവിടെ നമ്മളെ വേർക്കത്തില്ല. അവിടെ പക്ഷെ നമ്മളെ നല്ലപോലെ വേർക്കും. നമ്മൾ കർണാടക തീരാറായി. കർണാടക ബോർഡർ RTO ചെക്ക് പോസ്റ്റ് ജൽക്കി. വണ്ടി ഏതാന്നൊക്കെ ചോദിച്ചു. എന്നാന്നൊക്കെ ചോദിച്ചു. ലോഡ് എന്നാന്നൊക്കെ ചോദിച്ചോ? അതെ, കർണാടകയുടെയും മഹാരാഷ്ട്രയുടെയും അതിർത്തി കേട്ടോ. ഈ പുഴയും കടന്ന് അപ്പുറേ മഹാരാഷ്ട്രയാണ്. ഇപ്പോഴേയും കിടന്നല്ലേ? അതല്ലേ, വെൽക്കം ടു മഹാരാഷ്ട്ര എന്ന് ചോദിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ കർണാടക കഴിഞ്ഞ് മഹാരാഷ്ട്ര കയറി. ഇതേ വെൽക്കം ടു മഹാരാഷ്ട്ര. ഞാൻ മാത്രമേ മഹാരാഷ്ട്ര കാല് കുത്തിയിട്ടുള്ളത്. അതിനാ ഞാൻ അയച്ചിട്ട് കാലം നയിച്ചു. മഹാരാഷ്ട്രയിലോട്ട് കറക്റ്റ് കടന്നപ്പം കാലെടുത്ത് വെച്ചു. ബാക്കി നിങ്ങൾ ആരും അനങ്ങിയിട്ടില്ലല്ലോ. സോളാർ പാടമാണെന്ന് തോന്നുന്നത്. അതുണ്ടോ? എത്ര ട്രെയിലറാ അത്? 3 നാലെണ്ണം ഉണ്ടല്ലേ? അതുണ്ടോ ഒരു വണ്ടി? സുമോ അല്ല, മറ്റേ ഇതാ ടെമ്പോ ട്രാവലർ. ടെമ്പോ ഇതേ RTO ആണേ. RTO ചെക്ക് പോസ്റ്റ്. ടെമ്പോ ട്രാക്സ് ട്രാവലർ എന്നാണ്. മഹാരാഷ്ട്ര ബോർഡർ RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ
വണ്ടി തൂക്കണം. ഇവിടെ വേബ്രിഡ്ജൊക്കെ ഉണ്ട്, അവിടെ ഇതൊന്നുമില്ല, കർണാടക ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വേബ്രിഡ്ജൊക്കെ കൂടെ കയറി വേണം അങ്ങോട്ടിറങ്ങാൻ. ആ തൂക്കച്ചിട്ട് മേടിച്ചുകൊണ്ട് വേണം ആ അറ്റയോടെ അങ്ങോട്ട് ചെല്ലാൻ. അതെ, ചായ കുടിക്കാറായി കേട്ടോ. ക്യാമറമാന് ചായ വെച്ച് കൊടുക്കുക. മെയിൻ ഡ്രൈവറോ കോ ഡ്രൈവറോ അല്ലോ. ആരാ വെക്കുന്നത്? കോ ഡ്രൈവർ വെക്കണോ ഞാൻ വെക്കണോ? ആര് വെച്ചാലും കുഴപ്പമില്ല. ചായ ക്യാമറമാന് ചായ കുടിക്കാൻ സമയം. അതിന്റെ കുറ്റം കുറവുകളെല്ലാം മെയിൻ ഡ്രൈവറാണ് നോക്കേണ്ടത്. ആഹാ, അങ്ങനൊന്നും ഇല്ല. ആ, അത് വീട്ടില് വണ്ടി വരുമ്പോ അങ്ങനൊന്നും ഇല്ല. എന്നാലേ ഞാൻ ചായ ഇടാം. അന്നേരം കടുപ്പം കൂടി കുറഞ്ഞൊന്നും പിന്നെ പറയരുത്. മധുരം കൂടി മധുരം കുറഞ്ഞു. വണ്ടികളൊക്കെ വളരെ കുറവല്ലേ ചെക്ക് പോസ്റ്റിൽ? 2 ലൈന് ഓപ്പണും ഉള്ളൂ, വണ്ടികൾ കുറവാണ്. പിന്നെ ഈ സമയം കൂടെ ആയിട്ടായിരിക്കും കേട്ടോ. ആ, ഈ ഉച്ച സമയങ്ങളൊക്കെ ആണ്ടോ മിക്കവാറും വണ്ടിക്കാരൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കിടക്കുകയൊക്കെ ചെയ്യും. അത്രയും വെയിറ്റ് ഇല്ല, അത് തെറ്റാണ്. ആ, ഇതുണ്ടോ നമ്മളെക്കാട്ടിൽ എനിക്ക് തോന്നുന്നത് ഒരു 500 കിലോയെങ്കിലും കൂടുതലുണ്ട് അല്ലേ? ഈ ടോളിലെയും ആറ്റുപോലും ഉള്ള വേബ്രിഡ്ജ് ഒന്നും ശരിയല്ല, എല്ലാം കൂടുതലായിരിക്കും. എന്നാൽ കുറയത്തില്ല, കൂടുതലായിരിക്കും. ആ, ഇവിടെയൊക്കെ പരിചയം ഉണ്ടായിരിക്കും, ഓർക്കുന്നില്ലേ ഈ പിന്നെ ആറ്റോബിസൊക്കെ? ഒത്തിരി നാളായി. പോയിട്ട് വരാം. പറ്റുവാ? പെർമിറ്റ് എടുത്തോണ്ട് പോകുമോ? ബസ്സും ഇല്ലാണോ കയറി വരുന്നത്? അവിടെ സർക്കാർ ബസ് വരെ ഇല്ല കയറിയാ വരുന്നത്. കർണാടക സർക്കാർ വണ്ടിയല്ലേ അത്? എന്നിട്ട് പോലും ഇല്ല കയറി വന്നു. ഓഫീസറാണോ വെളിയിലിരുന്നത്? അല്ല അല്ലേ? അപ്പുറത്തെ ലൈനിൽ അങ്ങോട്ട് പോകുന്ന ലൈനാത്. അപ്പുറേ അങ്ങോട്ട് പോകുന്ന ലൈനാത്. ഇന്നൊരു വെറൈറ്റിക്ക് ക്യാമറാമാൻ ചായയോ കാപ്പിയോ എല്ലാം ഇട്ടാലോ? ഇവിടെ ഈ വണ്ടിയിലെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ക്യാമറാമാനാണ്. ഏറ്റവും കുറഞ്ഞ സമയം ഉറങ്ങുന്നു. അത് സമ്മതിക്കാം, കുറഞ്ഞ സമയം ഉറങ്ങുന്നതെന്ന് ഞങ്ങൾ വേണേ പറയാം. ക്യാമറാമാന്റെ തലയിലോട്ട് പുതിയ പുതിയ പണികൾ കൊടുക്കണം. പിന്നെ ഒരു കടുങ്കാപ്പിയൊക്കെ വെക്കാൻ ഇതിന് മാത്രം സമയം വേണോ? അതൊന്നുമല്ല, അതൊക്കെ ഇടാ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെ സ്മരണ വേണം. സ്മരണയുണ്ട് ഉണ്ണി, സ്മരണയുണ്ട്. മഹാരാഷ്ട്രയിലെ ആദ്യത്തെ ടോൾ. ഇവർ ആ സാധനം മാറ്റണ്ടേ? അതിലേ പോകും. 415 രൂപ കേട്ടോ. 415 ഉണ്ടോ? വണ്ടി നിൽക്കുന്നതിന് മുമ്പ് ഓപ്പൺ ആകുക. അവിടെ പോലീസുകാരുണ്ട് കേട്ടോ, ആ വണ്ടിയുടെ അടുത്ത് നിൽപ്പുണ്ട്. പോലീസ് പിരിവാണ്. മഹാരാഷ്ട്രയിലോട്ട് കയറിയതേ ഉള്ളൂ. അതെ അതെ, ആ, ടോള് കൊടുത്ത് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ടോളുമായിട്ട് ബന്ധമില്ല. ആണ്ടേ ആണ്ടേ കൈ കാണിക്കുന്നു. അതിന്റെ കാറിന്റെ പ്രാർത്ഥന ലോറിക്ക് അത് കണ്ടില്ലേ? അണ്ണനോട് പൈസ മേടിച്ച്. അതിനാന്ന് വെച്ചാലേ ഇവിടെ കാടാ പണ്ട്. ആ, ഇവിടെ പിന്നെ പണ്ടത്തെ പോലെ ഈ കാർഡ് സിസ്റ്റം ഇപ്പോഴും ഉണ്ട്. അത് കാർഡ് എടുത്തതായിരുന്നു. നമ്മുടെ മെയിൻ ഡ്രൈവർ ഇറങ്ങി ചെന്ന് കണ്ടപ്പോ കാർഡ് പതുക്കെ പുള്ളി അതങ്ങ് മാറ്റി വെച്ചു. ഹെവി ലൈസൻസ് ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു. അതായത് കാർഡ് എങ്ങനെയാണെന്നറിയോ? ഇന്നിപ്പം 1-ാം തീയതി ആണെങ്കിൽ ഈ മാസം 31 വരെ അല്ലെങ്കിൽ 30 വരെ. ഇപ്പം ജനുവരി ആണെങ്കിൽ 1 മുതൽ 31 വരെ. അടുത്ത ഒരു മാസം ഈ പറയുന്ന പൈസ കൊടുത്താൽ ഇല്ല, ഈ കാർഡ് കാണിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ആ, കാർഡ് സൂക്ഷിച്ചു വെക്കണം. കാർഡ് പോയാൽ പോയി. അവരുടെ ഈ വേറൊന്നും ഇല്ല. അവരൊരു ഈ സിഗരറ്റ് കൂടെ അല്ല മിക്കവാറും ഇത് എഴുതി തരുന്നത്. പേനായിക്ക് എഴുതുക. അത് അവരെഴുതി വെക്കുന്ന അവർക്കറിയാലോ. സീലൊന്നും ഇല്ല, മറാഠിയിൽ എഴുതും. മറാഠിയും കാണും. അതെന്നിട്ടേ പണ്ട് നമ്മൾ അങ്ങോട്ട് ബോംബെക്ക് പോകുമ്പോൾ കോലാപ്പൂർ തൊട്ട് അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലെ കാർഡ് സിസ്റ്റം ഉണ്ട്. ആ പൈസ കൊടുത്താലേ നടക്കുള്ളൂ. പണ്ടൊക്കെ 100 രൂപ ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഒക്കെ അതിലൊക്കെ കൂടിയിട്ടുണ്ടാവും. 200-300 ഒക്കെ ആയിരിക്കും ഒരു മാസം ആ സ്റ്റേഷൻ പരിധിയിൽ. അടുത്ത സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരുണ്ടായിരിക്കും, അവിടെ ഇതേപോലെ തന്നെ കാർഡ്. ഈ താഴെ ഏതാണ്ടെല്ലാം കൃഷിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോളാപ്പൂരായി. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ സന്ധ്യ കഴിഞ്ഞേ വരുള്ളൂ, പക്ഷെ സന്ധ്യ ആകുന്നതിന് മുമ്പ് വന്നല്ലേ? നേരത്തെ വന്നു. സന്ധ്യയായി, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഇവിടെ ബേർഡ് സാഞ്ചുറി ഉണ്ട്. ഓണൊന്നും അടിക്കില്ല കേട്ടോ. അതായത് ഞങ്ങളാരുമല്ല വണ്ടി ഓടിക്കുന്നത്.
അല്ല, നിങ്ങൾ ഓടിക്കുമ്പോൾ അടിക്കില്ലെന്നാ പറഞ്ഞു. ഞാൻ ഓടിക്കുമ്പോൾ അടിക്കത്തില്ല. പക്ഷികളെ ഒന്നുമേ വെറുതെ ശല്യപ്പെടുത്തരുതെന്ന്. ചായ വെക്കുന്നുണ്ടോ? എന്നാ പരിപാടി? ചായ വെക്കണോ? മഹാരാഷ്ട്രയിലെ ചായ കുടിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. മഹാരാഷ്ട്രയിലെ കുടിക്കണ്ട ചായ, പാല് മേടിക്കുകയാണെ നല്ല ചായ കുടിക്കാം. പശുവിനെ കറക്കാറായോന്ന് അറിയത്തില്ല ഇവിടെ. ഇവിടെ 6 മണിയാണ്. പശുവിനെ കറക്കാൻ ആൾ വന്നോന്ന്. അതെ, ഈ ഹൈവേയിലായതുകൊണ്ട് വീടുകളൊക്കെ കുറവാണ്. തൽക്കാലം വല്ല പാക്കറ്റ് പാലും മേടിച്ചാൽ ചായ കുടിക്കാം, അല്ല കടുങ്കാപ്പി മേടിച്ച് ചായ കുടിക്കാം. ഉണ്ടോ? കപ്പളത്തോട്ടോ? കപ്പളങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു കപ്പളങ്ങ പറിച്ചാൽ നാളെ വേണേ തോരൻ വെക്കാം കേട്ടോ. ഞാൻ അവിടെ നിർത്താൻ പോയി പറിച്ചോണ്ട് പോവാ. അല്ല, ഞാൻ നിർത്താം, നിങ്ങൾ പോയി പറിച്ചോണ്ട് പോവാ. കപ്പളങ്ങ പറിക്കാനേ കോയെ വിട്ടാലോ? എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ സാധനമാണ്. കപ്പളങ്ങ സ്വന്തമായിട്ട് പോയി പറിച്ചു കറി വെച്ചു. കറി വെച്ചാലും വേണ്ട, ഉച്ചം മാത്രം. എന്നാ പിന്നെ ഞങ്ങള് പറിക്കുന്നില്ല. കപ്പളങ്ങായേ ചക്കക്കുരു ഒന്നും ഇഷ്ടമല്ല. ചക്ക ഇഷ്ടമാ, ചക്കക്കുരു ഇഷ്ടമല്ല. ആ പാടെ അവന് ഇഷ്ടമുള്ളതോ റൊട്ടിയും ചപ്പാത്തി. അതെ, പണ്ടൊരു പരസ്യമില്ലായിരുന്നു. പിന്നെ യുപിക്ക് പോയാ വിട്ടതാ കുഴപ്പമായത്. പണ്ടൊരു പരസ്യമില്ലായിരുന്നു. അവന് കഴിക്കാൻ ഇഷ്ടമല്ലോ ഉണക്കമീന്, വെളുത്തുള്ളി. സൂര്യനെ നല്ലപോലെ എടുത്തേ, ചാഞ്ഞു പോകുന്നതിന് പുറമേ നല്ലപോലെ 2-3 വീഡിയോ എടുത്തു. പ്രാവശ്യം ചെക്ക് പോസ്റ്റിലൊന്നും അധികം താമസില്ല. അല്ലെങ്കിൽ എങ്ങനെയാലും 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പോകുന്നതായിരുന്നു. ഇപ്പൊ അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോ നമ്മൾ ഇതുവഴി പോകുമ്പോ അധികം ഇല്ലല്ലോ. ഇല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഇനിയിപ്പോ മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്തിൽ കയറുന്നിടത്ത് ഇറങ്ങുന്നിടത്തും ഇല്ല, രാജസ്ഥാനിലും ഇല്ലല്ലോ. ഇല്ല, മാറ്റില്ല. മധ്യപ്രദേശിലാണ് പക്ഷേ സമയം പോകുന്നത്. രാജസ്ഥാനിൽ വഴിയാറ്റോ ഉണ്ടാവും. വഴിയാറ്റോ എന്ന് പറഞ്ഞാൽ വഴിയിലാറ്റോ നിന്ന് കൈ കാണിക്കും. പോയി ചോദിച്ചിട്ട് വരാവോ? പാലുണ്ടോന്നല്ലേ? ഇതേ അവിടെ കറക്കാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. കറവക്കാരൻ വന്നു. അതെ 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 അതെ, ചോദിക്കാം. അവിടെ പശുവിനെ കറക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാല് ചോദിച്ച് പാല് തരാമെന്ന് പറഞ്ഞ് കുപ്പി മേടിച്ചോണ്ട് പോയി. പാല് വരുന്നുണ്ട്. കോ ഡ്രൈവർ ചാടി പിടിച്ചോ കേട്ടോ. ഇതാ റോഡ് സൈഡിലായി നോക്കിയിരിക്കണമെന്ന് പറഞ്ഞേ. ഞാൻ നോക്കിയോണ്ടല്ലേ കണ്ടത്. അല്ലേ, പൊക്കിയിടും, പിടിച്ചോ. ഈ പൊക്കി ഇട്ടാ പോരാ? എത്രയാന്ന് ചേച്ചി? പൈസ അവിടെ. പാല് കിട്ടി. അപ്പൊ ഇന്നത്തെ ചായയുടെ കാര്യം, നാളത്തെ രാവിലത്തെ ചായയുടെ കാര്യം ഓക്കെ തിളപ്പിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പം അപ്പുറം എവിടെയെങ്കിലും നിർത്തിയിട്ടേ നമുക്ക് ചായ ഇട്ടേക്കാം. ചായ ഇട്ടോ, ഞാൻ കുടിച്ചോളാം. പുള്ളി അവിടെ നിൽക്കാം, അവിടെ നിർത്താം. അവിടെ നിന്ന് 3-4 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അവിടെ നിർത്തിയിട്ട് ചായ ഇടാം. സൂര്യനതെ അങ്ങ് താന്ന് പോന്നു അല്ലേ? കരിമ്പ് വെട്ടി ട്രാക്ടറൊക്കെ ആയിരുന്നല്ലേ? കരിമ്പ് സീസൺ തുടങ്ങിയതേ ഉള്ളൂ. ചായ കാപ്പി ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. സാധാരണ ഞാൻ ബൂസ്റ്റ്, ഹോർലിക്സ്, ബോൺവിറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിക്കാറുള്ളൂ. ഇന്ന് പിന്നെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഒരു പൊടിക്കാപ്പി ആകാം. പിന്നെ ഒരു കാര്യം, ചൂടുവെള്ളം കൊടുത്താൽ നിർബന്ധിക്കാതിരുന്നാ പോരെ? അല്ല, വെള്ളം തിളക്കി വെച്ചൊരു കാപ്പിടി ഇട്ടിങ്ങനെ മതിയോ? അപ്പൊ ബൂസ്റ്റ് ബോൺവിറ്റ ഒന്നും വേണ്ടല്ലോ. ഇന്നലത്തെ പോലെ ചെണ്ടക്കപ്പയ്ക്ക് പോലെ. ഓക്കെ. ലെഫ്റ്റിലേക്ക് സാങ്ങില് 180, പൂനെ 247. ഈ സാംഗ്ലി എന്ന് പറയുന്ന സ്ഥലം ഭയങ്കരമായിട്ട് മുന്തിരി ഉണ്ടാവുന്ന ഒരു സ്ഥലം. അതെ, മുന്തിരി ഇപ്പൊ നമ്മളെ കണ്ട മുന്തിരി. അത് സാംഗ്ലിയാ. അത് നമ്മൾ കോലാപ്പൂരിനടുത്ത്, നമ്മൾ അതിലെ വരുമ്പോ കോലാപ്പൂരിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറിപ്പോയാണ്. ഇതാ നമ്മള് പ്രതീക്ഷിച്ച ആള് കറക്റ്റ് സമയത്ത് തന്നെ വന്നു. ഹലോ, उधर होटल पे गाड़ी लगाओ ना, चलो घर पे. उधर? हाँ उधर. घर पे जाना है? हाँ. तो हम जाएंगे. आगे जाके तो सोना ही है ना. हाँ सोना. ചായ ആണോ കാപ്പിയാണോ? എന്നാ എടുത്തായി? ചായയും കാപ്പിയും ഒക്കെ എടുത്തു. ചായയും കാപ്പിയും എങ്ങനെ ഉണ്ടായിരുന്നു? ഒരാൾക്ക് കാപ്പി, ഒരാൾക്ക് ചായ ആയിരുന്നോ? എനിക്കും കാപ്പി മതിയായിരുന്നു. അപ്പൊ ദിനേശ് വന്നില്ലേ? അപ്പൊ ദിനേശിനും കൂടെ കൂട്ടി പിന്നെ ചായ ഇട്ടു. ചേട്ടായിക്ക് ദിനേശിനും ചായ ഇട്ടു. ദിനേശ് ചായ കുടിക്കുള്ളൂ. ഞാൻ 2 ഗ്ലാസ് ചായ കുടിക്കേണ്ടി വന്നു. നമ്മളെത്ര വലിയ ഗ്ലാസ്സിൽ കുടിക്കുന്ന പോലെ ഇവിടെ ഉള്ളൊരു കുഞ്ഞു ഗ്ലാസ്സിലെ കുടിക്കുന്നു തോന്നുന്നു. വീട്ടിൽ പോവാന്ന് പറഞ്ഞ് ഒത്തിരി നിർബന്ധിച്ചു. അതെ, വീട്ടിൽ പോയി കിടന്ന് നാളെ രാവിലെ പോവാന്ന് പറഞ്ഞു. നേരം നമ്മള് അങ്ങോട്ട് ചെല്ലാൻ പിന്നെയും താമസിക്കും. അതെ, നമ്മള് താഴെക്കൂടെ ഇങ്ങനെ കറങ്ങി ഇറങ്ങി ആ താഴത്തെ വഴി കൂടെ പോകണ്ടേ. എൻട്രി ഓടിച്ച് കൊടുത്തിട്ട് പോകാനാണോ പോലീസുകാർ പറഞ്ഞത്? എൻട്രി കൊടുക്കാനാ പറഞ്ഞു. ഓവർലോഡ് ആണോ? 21 ടണ്ണേ ഉള്ളൂ. 25 പോലും ഇല്ല. നമുക്ക് അപ്പുറേ ഒരു യൂട്ടേൺ എടുത്ത് വേണം വരാൻ.
ആ നമ്മൾ ഇന്നാൾ അങ്ങനെ വന്നത്. അതെ അതെ. ഈ വഴിയിൽ നല്ല തിരക്കല്ലേ? ഇവിടെ ഇത് ഹൈദരാബാദിൽ നിന്ന് വരുന്ന ഹൈദരാബാദ് പൂനെ റോഡാണ് ഇത്. പുറകോട്ട് പോയാൽ ഹൈദരാബാദ്, മുന്നോട്ട് പോയാൽ പൂനെ. ഇത് ഈ ട്രെയിലറായിരിക്കുന്ന ലോഡ് കണ്ടോ? ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് ഓടിച്ചോണ്ട് പോകേണ്ട ലോഡാ. എന്നാന്നറിയോ, അത് ഒറ്റ വെയിറ്റ് ഉള്ള സാധനം. അത് കണ്ടോ, അവിടെ പെട്ടെന്ന് വണ്ടി ചവിട്ടുകയോ എന്തെങ്കിലും ഒക്കെ ചെയ്താലേ ലോഡങ്ങ് വന്ന് ക്യാബിനയിലോട്ട് ഇടിക്കും. അല്ല അങ്ങനെ നിരങ്ങി വരും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓടിച്ചോണ്ട് പോകേണ്ട സംഭവമാണ്. ഇതും അത് തന്നെയല്ലേ? ഇതും അത് തന്നെയാ. അതെ, നമ്മൾ ഏതുവഴിയാ ശരിക്കും പോന്നേ? നമ്മള് പോന്നേ പറയാം, ഷോളാപ്പൂരി ചെല്ലുമ്പോഴേ തീരുമാനിക്കാന്നാ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഷോളാപ്പൂരിൽ നിന്ന് പൂനെ റൂട്ടിൽ നമ്മൾ പോയിട്ട് ടെമ്പുർണി എന്ന് മനസ്സിലുണ്ട്. ടെമ്പുർണി എന്നിട്ട് ഈ ടെമ്പുർണിന്ന് റൈറ്റ് കർമ്മല, അമനാർ, ഷിർഡി ആ റൂട്ടിൽ പോയി. ഇന്നാണ് നമ്മൾ പോയിട്ടുള്ള. ഷിർദി സായിബാബയുടെ അടുത്ത് കയറാൻ പറ്റുമോ? അവിടെയൊക്കെ എപ്പോൾ ചെല്ലുമെന്ന് അറിയത്തില്ലല്ലോ. അതിന് അവിടെ ഭയങ്കര തിരക്കുമായിരിക്കും. പെട്ടെന്ന് ചെന്നാൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഷിർഡിന്ന് പിന്നെ മന്മേട്, മാലഗാവ്, ദുലെ അങ്ങനെ പോവും. ഇന്നാളെ നമ്മൾ പോയതാ പണ്ട്, ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ഏത് ട്രിപ്പാന്ന് പറയട്ടെ. ഫസ്റ്റ് കാശ്മീർ പോയ ട്രിപ്പ് ആ വഴിയാ പോയത് നമ്മൾ. ആ വഴി തന്നെയാ പോന്നെ, ഒരുപാട് നാളുകൾക്ക് ശേഷം. അതെ. നമുക്ക് ഇവിടെ എത്ര 385 രൂപ ഇവിടെ താമസം. അതെ. അതുകൊണ്ടാണ് ഈ വണ്ടികളെല്ലാം താമസിക്കുന്നതെന്ന് തോന്നുന്നു. സെൻസ് ചെയ്യാൻ താമസമാണ്. ഇതുണ്ടോ ഒരു കരിമ്പൻ വണ്ടി പോകുന്ന ആ ബ്രൈറ്റ് വന്നിട്ട് ഉണ്ടോ, ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഇതേപോലെ ആയിരിക്കും ഇതിലെ രാത്രി മൊത്തം പോകുന്നത്. ഒരുപാട് വണ്ടികൾ അങ്ങനെ ഇതിൻ്റെ പുറകിൽ പോയി ഇടിക്കാറുണ്ട്. നമ്മുടെ ഒരു വണ്ടി പണ്ട് ഒരു പ്രാവശ്യം ഈ കരിമ്പണ്ടിയുടെ പുറകിൽ പോയി ഇടിച്ചാൽ പുറയിലൊന്നും ലൈറ്റും വെട്ടം ഒന്നുമില്ല. ഫ്രണ്ടിലുണ്ട്, ചിലപ്പോൾ ഫ്രണ്ടിലും കാണുകയല്ല. അതെ അതെ. ഇപ്പൊ പിന്നെ 4 ലൈൻ ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. ഒരു ലൈനെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. പണ്ട് ഈ ഡബിൾ ലൈൻ ആയിരുന്ന സമയത്ത് അയ്യോ എന്ത് പാടായിരുന്നല്ലോ വണ്ടി ഓടിക്കാൻ. പൂനെന്ന് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ നമ്മൾ കോലാപ്പൂർ, ബൽഗാമൊക്കെ കഴിയുന്നിടം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെ, നമ്മളിപ്പം സീന റിവറിന്റെ മുകളിൽ കൂടെയാ പോകുന്നത്. സീന റിവറോ? അതെ. അതല്ലോ. ജലജ റിവർ ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ? രതീഷ് റിവറും ചായ് റിവറും ഒക്കെ ഉണ്ടോന്ന് കൂടെ നോക്കാം. നമ്മുടെ പേരിൽ ഒരിക്കലും ഒരു റിവർ ഉണ്ടാകത്തില്ല. ഈ പേര് തന്നെ വളരെ ചുരുക്കമാണ്. ഇനി അതിനൊരു റിവർ അല്ലാതെ ഇനി ചൈനയിൽ അന്വേഷിക്കേണ്ടി വരും. അതെ, വൈകിട്ട് എങ്ങനാ? ചായ് ബ്രോയ്ക്ക് ഇനി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ സമയമില്ലെന്ന്, അതുകൊണ്ട് റൊട്ടി മേടിക്കാന്ന്. സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. 8 മണിയായി. നമ്മൾ ഇനി കുഴച്ച് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂർ പോകും. എന്നാ പിന്നെ സമയമുള്ള ഒരു ദിവസം മാറ്റി വെച്ചാലോ? മാറ്റി വെച്ചേക്കാം. ഇന്ന് റൊട്ടി മേടിക്കാം. റൊട്ടി മേടിക്കാം. എനിക്ക് ഒരു റൊട്ടി വല്ലതും മതി. ചോറ് ഇരിപ്പുണ്ട്, നാളെ രാവിലെ കഴിക്കാം. രാവിലെ പഴങ്കഞ്ഞി കഴിക്കാം. ഇന്ന് ചായ് ബ്രോയുടെ ഇഷ്ടത്തിന് നമുക്ക് റൊട്ടി കഴിച്ചേക്കാം കേട്ടോ. ഇവൻ നമ്മളെ റൊട്ടി കഴിപ്പിച്ച് ഓരോ ദിവസം ഇങ്ങനെ ഓർത്ത് പോകും. പക്ഷെ പോയിട്ട് വരുന്നിടം വരെ റൊട്ടി കഴിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. റൊട്ടിയൊക്കെ പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് വന്നു കടയിൽ നിന്ന്. അതെ, പരിപ്പ് കറി ഇതേ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ചൂടാക്കി. നീ ഗ്യാസ് കത്തിച്ചത് മണ്ടയിലോട്ട് വെച്ചു. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ ചൂടാകാൻ തുടങ്ങിയത്. ചായ് ബ്രോയ്ക്ക് വേണ്ടി നമ്മളിന്ന് പരിപ്പ് കറിയും റൊട്ടിയും കഴിക്കണം. മഹാരാഷ്ട്ര പിന്നെ എങ്ങോട്ട് പോയാലും ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഹോട്ടലിനൊരു പഞ്ഞമില്ല. രാത്രിയും പകലും എല്ലാം നല്ല കടകളുണ്ട്. നല്ല കടകളുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം നമ്മൾ ടെമ്പൂറിനെ വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ കർമ്മല, അമനാർ അങ്ങനെ പോകുന്നത്. ഈ ഹൈവേന്ന് മാറിയിട്ട് അപ്പോൾ ഈ വഴി നേരെ പോയാൽ പൂനെക്ക് പോകും. നമ്മൾ നേരെ റൈറ്റിലേക്ക് അമനാർ. ട്രെയിൻ വരുന്ന പോലെ വരുന്നുണ്ടോ? 4 ലൈൻ ഒന്നും ഇല്ല. ഇവിടുന്ന് ഡബിൾ ലൈൻ ആയിരിക്കും. അതെങ്കിലും നല്ലതാകാൻ പ്രാർത്ഥിച്ചു. ഇവിടുന്നേ നമ്മളിനി കുറെ ദൂരം, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സൂററ്റ് വരെ തന്നെ വഴി മോശമാകാൻ സാധ്യതയുണ്ട്. ഇന്നാള് ദുലേന്ന് അങ്ങോട്ടുള്ള കുറെ വഴിപണി നടക്കായിരുന്നു. അതൊക്കെ 1 വർഷം മുന്നേ നമ്മൾ പോയത്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നല്ല വഴി നോക്കി പോണോന്ന് പറഞ്ഞതാ. നല്ല വഴിയും എല്ലാം ചിലപ്പോൾ ഇച്ചിരി മോശം വഴിയൊക്കെ വരേണ്ടി വരും. നല്ല വഴിയായിരിക്കണം. പോലീസ് കാണല്ലേ, ട്രാഫിക് ആണല്ലേ, ചെലവ് കുറവായിരിക്കണം. പോലീസൊന്നും നമുക്ക് വിഷയമല്ല. പിന്നെ എന്നാ വിഷയം?
ഏട്ടാ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോ എന്നെ തല്ലാനാണോ വന്നിട്ട്? വഴി മോശമെന്ന് ഇപ്പൊ പറയാൻ പറ്റുകയല്ല, കട്ടറൊന്നുമില്ല, നല്ല വഴിയല്ലേ. പിന്നെ 4 ലൈൻ അല്ലെന്നുള്ള ഒരു കുഴപ്പമല്ലേ ഉള്ളൂ. അങ്ങോട്ടേ അല്ലട്ടെ ഞങ്ങൾ പറയുന്നത്. അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ചിലപ്പം നഗർ സൈഡും ഷിർഡി സൈഡൊക്കെ ഇച്ചിരി മോശം ഉണ്ടായിരിക്കും. ഈ തമിഴ്നാട് വണ്ടി എല്ലാം തന്നെ ഗുജറാത്തൊക്കെ പോകാനുള്ള വണ്ടികളായിരിക്കും. ഈ വഴി കിടക്കുന്ന ഇനി അതിലൂടെ ഇങ്ങനെ പോകാനല്ലേ ഉള്ളൂ. ഏതാ നമ്മളിപ്പോ ഈ പോകുന്ന വഴിക്ക് പോകാനുള്ളതല്ലോ. അല്ല, ചിലപ്പം പിന്നെ നഗറോ ഔറംഗാബാദൊക്കെ പോകേണ്ട വണ്ടിയാണേലും ചിലപ്പോൾ ആകാമല്ലോ. എന്നാലും കൂടുതലും ഗുജറാത്തൊക്കെ പോകേണ്ട വണ്ടികളായിരിക്കും, അതിനാ സാധ്യത. വഴി മുഖ്യം ബിഗിലേ വഴി നോക്കി എത്ര കരിമ്പ് വണ്ടിയാ നോക്കി 2 സൈഡിലും. കരിമ്പ് വണ്ടികൾ മിക്കവാറും ഇഷ്ടംപോലെ ഉണ്ടാവും. അതൊക്കെ ടോളൊക്കെ പഴയ ടോളാ, നിർത്തിപ്പോയ ടോളാ. കരിമ്പ് കയറ്റാൻ പോകുന്ന വണ്ടിയാന്ന് തോന്നുന്നല്ലേ? അതെ. കരിമ്പ് വണ്ടികൾ എന്നാണല്ലോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ വഴിക്ക്. ഒത്തിരി ഉണ്ട്. കരിമ്പ് ഫാക്ടറി ഒക്കെ കാണുമല്ലേ ഇഷ്ടം പോലെ ഇവിടെ. അതുണ്ടോ ഫ്രണ്ടിലെ 2 ടയർ പൊങ്ങി നിക്കുക. അതെ അതുപോലത്തെ ലോഡല്ലേ പറയില്ലേ. ഇതും അതൊക്കെ പോലൊക്കെ തന്നെയാന്ന് തോന്നുന്നു. ഇതും അങ്ങനെ തന്നെ വേണ്ടോ. ആ ലൈറ്റ് ഡിമ്മോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. നമ്മളിപ്പം ടെമ്പൂർണിയൊക്കെ കഴിഞ്ഞ് കർമ്മല എടുക്കാറായി. അപ്പോഴേ ഇടയ്ക്ക് വല്ല പോലീസുകാരൊക്കെ ഇന്ന് വിളിക്കുകയാണല്ലേ പറഞ്ഞാൽ മതി, മാഡം ഉറക്കത്തിൽ വിളിക്കുന്നത് ഇഷ്ടമല്ല, നീ അഥവാ വിളിച്ചേപ്പിച്ചാൽ സാറേ എൻ്റെ പണി പോവും, അതുകൊണ്ട് വേണേ സാറൊന്ന് വിളിച്ചോളാൻ പറഞ്ഞാൽ മതി കേട്ടോ. സാറ് വിളിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ വിളിച്ചാലോ. സാറ് വിളിക്കാൻ വരത്തില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അഹമ്മദ് നഗറൊക്കെ ലക്ഷ്യമാക്കി പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.